ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്കൊന്ന് പോകാം. അതിന് മുന്നേ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണം. ഷാനവാസും അനുമോളും കൂടി സംസാരിക്കുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. രണ്ടുപേരും ബെഡിൽ കിടക്കുന്നത്. അനുമോളുടെ ബെഡിലും ഷാനവാസ് അനീഷിൻ്റെ ബെഡിലും കൂടി കിടക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇത്രയും വട്ടം നമ്മുടെ ഈ അനീഷിനെ പറഞ്ഞു വിടുന്നത് ശരിയായില്ല അല്ലേ എന്നൊക്കെ പറയുകയാണ്. വെച്ചാൽ എത്രാമത്തെ വട്ടമാണ് ഷാനവാസ് അല്ല അനീഷ് ഇപ്പോൾ ജയിലിൽ പോകുന്നത്. ആ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പറയുന്നുണ്ട്, എന്നെ ആർക്കും ഇഷ്ടമല്ല ഷാനവാസ്ക. ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞു കേട്ടില്ലേ, നന്മ മരം കളിക്കുകയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഷാനവാസ് പറയും, നമ്മൾ ടോപ്പ് 10 എത്തി നിൽക്കുകയാണ് അനുമോൾ. അപ്പോൾ നീ നന്മ മരം കളിക്കുകയാണല്ലോ, നീ ചീത്ത കളിയാണ് കളിക്കുന്നത് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. 26 പേര് നിന്നിട്ടാണ് നീ ഇപ്പോൾ 10 നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നത്, ഇന്നലെ നീ അത് ചെയ്തുകൊണ്ടല്ല എനിക്ക് ദേഷ്യം വന്നത്, എന്നോട് ചോദിക്കാതെ നീ ചെയ്തുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ അനുമോൾ പറയുന്നത്, സാബു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സാബു ഇവിടുത്തെ ലീഡറാണല്ലോ. അപ്പോൾ സാബുവിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് എടുത്തു എന്ന് പറഞ്ഞത് അത് അനുമോൾ നുണയാണ് പറഞ്ഞത്. സാബു എടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സാബു പറഞ്ഞത്, നിങ്ങൾ മുട്ട ചെയ്യാമെന്ന് പറഞ്ഞ് വന്നിട്ട് നിങ്ങളെന്താ മാവൊക്കെ എടുക്കുന്നേ എന്ന് സാബു ചോദിച്ചിരുന്നു. അപ്പോഴേക്കും മാവ് എടുത്തവർ കലക്കി കഴിഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കുറച്ച് മാവേ എടുക്കുന്നുള്ളൂ എന്ന് അനുമോൾ പറഞ്ഞത്. പക്ഷേ സാബു സമ്മതം കൊടുത്തു എന്നാണ് അനുമോൾ ഇപ്പോൾ ഷാനവാസിനോട് പറയുന്നത്. ആദില നൂറിനോട് തെറ്റി നിൽക്കുന്നു, അവർക്കിപ്പോൾ എന്നെ ആവശ്യമില്ലാന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചായ ഒഴിച്ച് നൂറ് ചായ ഉണ്ടാക്കി കൊടുത്ത് ചായ ഒഴിച്ച് കൊടുത്തപ്പോൾ അനുമോൾ കുടിച്ചില്ല. അതൊക്കെയാണ് കാരണം. ചെറിയ കാര്യത്തിലാണ് അവരൊക്കെ എന്നോട് പിണങ്ങുന്നതെന്ന് പറയുന്നു. എനിക്ക് അത്രയും കടുപ്പത്തിൽ ഞാൻ ചായ കുടിക്കില്ല, അതുകൊണ്ടാണ് അനീഷേട്ടനും ഷാനവാസക്കാക്കും ഒഴിച്ചെന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ ഇത്രയും കടുപ്പത്തിൽ കുടിക്കാറില്ല, ഇവരെ പയറെടുക്കണ്ടെന്ന് അവരോട് പറഞ്ഞല്ലോ, അതാണ് അവർക്ക് ഇത്ര ദേഷ്യം വരുന്നത്. പിന്നെ ലക്ഷ്മി എന്നെ പറയുന്നു, ടാസ്ക് ഒന്നും അറിയാതെയാണ് കളിക്കുന്നതെന്ന് പറയുന്നു, മണ്ടിയാണെന്ന് പറയുന്നു, ഒരു വിവരമുള്ള തലയ്ക്കകത്തെന്നൊക്കെ പറയുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആർക്കും ഭക്ഷണം കൊടുത്തില്ല, നവീന് ഭക്ഷണം കൊടുത്തില്ല എന്ന് പറയുന്നു. എന്നെ കടിച്ച് കീറാൻ നിൽക്കുന്ന അവന് ഞാൻ എന്തിന് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസൊക്കെ പറയുന്നുണ്ട്, നീ ക്ഷമിച്ചേക്ക്, കാരണം ഇതൊക്കെ നിൻ്റെ തോന്നലുകളാണ്. അവർ പറഞ്ഞാലും നീ അത് മനസ്സിലേക്ക് എടുക്കണ്ട, കാരണം നീ ടോപ്പ് 10 നിൽക്കുന്നത്, ഞാനും ടോപ്പ് 10 നിൽക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർ നമ്മളെ താഴ്ത്തിക്കെട്ടില്ല, നമ്മൾ താഴുന്നില്ല, നമ്മൾ ഉയർന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നിൻ്റെ ഗുണം കൊണ്ട് തന്നെയാണ് നീ ഇത്രയായത്, നീ നന്നായി കളിക്കുന്നുണ്ട്, അതൊക്കെ നീ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കോ, ഇല്ലെങ്കിൽ നിനക്ക് തന്നെ പണി കിട്ടും. നീ ഇപ്പോൾ ടോപ്പ് 10 ആണ്, ഈ ടോപ്പ് 1 ആവാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് ഉപദേശിക്കുന്നുണ്ട്.